സാർ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എവിടെയെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ അയാൾക്ക് വ്യക്തിപരമായ ബിസിനസ് താല്പര്യമുണ്ട്. ഇന്ത്യയിൽ പോലും ട്രംപിന് ബിസിനസ് താല്പര്യമുണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷേ അതിൻ്റെ വിശദ വിവരങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളോ സാധാരണക്കാരോ ഒന്നും അറിഞ്ഞിട്ടില്ല. സാറിന് വിശദമാക്കാൻ മതി. ഇവിടെ ട്രംപിന് എല്ലായിടത്തും മറ്റേ റിയൽ എസ്റ്റേറ്റ് കച്ചവടമുണ്ട്. ഖത്തറിൽ ഖത്തർ ഒരു വിമാനം സൗജന്യമായിട്ട് കൊടുത്തില്ലേ, സമ്മാനമായിട്ട്. ഖത്തറിൽ അന്ന് ചെന്നപ്പോഴാണ് നമ്മൾ അറിയുന്ന അവിടെ ഒരു ഗോൾഫ് കോഴ്സ് ഉണ്ട്. ഇപ്പൊ ഈയിടെ ഒരു വിമാനത്തിൽ വെച്ച് ഒരു അക്രമ സംഭവം ഉണ്ടായപ്പോഴാണ് സ്കോട്ട്ലൻഡിൽ ഇയാൾക്ക് ഗോൾഫ് കോഴ്സ് ഉണ്ട് എന്നറിയുന്നത്. അമേരിക്കയിലും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിലും ഇയാൾക്ക് റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഉണ്ട്. അപ്പൊ ആദ്യത്തെ ഊഴം മുതൽ ഇന്ത്യയിൽ ഇയാൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടം തുടങ്ങിയിട്ട് ഇപ്പോൾ അത് 3 ഇരട്ടിയായിട്ട് കൂടിയിട്ടുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നടത്തുന്നില്ല. പക്ഷെ റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരുണ്ടല്ലോ ഇവിടെ, റിലയൻസ് ഉൾപ്പെടെ, അവർക്ക് ഈ ട്രംപ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കൊടുത്തിട്ട് ലൈസൻസ് ഫീസ് തുടങ്ങിയ ഇനത്തിലൊക്കെ ഇത് വകയിരുത്തിയിട്ട് ഇവിടെ നിന്ന് ഇതുവരെ 175 കോടി രൂപ ലാഭമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് 7 പദ്ധതികളിൽ നിന്ന് 175 കോടി രൂപ ലാഭമായി കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് കണക്കുകളിൽ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ 6 നഗരങ്ങളിലായിട്ട് 11 മില്യൺ ചതുരശ്ര അടി ഈ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. അതായത് ദ ട്രംപ് ഓർഗനൈസേഷൻ എന്നാണ് അതിൻ്റെ പേര്. ട്രംപ് ടവർ എന്നൊക്കെ അമേരിക്കയിലും കാണാം. ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ പേര് ദ ട്രംപ് ഓർഗനൈസേഷൻ എന്നാണ്. അപ്പോൾ അമേരിക്കയുടെ പുറത്ത് ഏറ്റവും വലിയ ഈ റിയൽ എസ്റ്റേറ്റ് വിപണി ട്രംപിൻ്റെത് ഇന്ത്യയാണ്. 10 വർഷമായി ഇന്ത്യയിൽ ട്രംപിൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടക്കുന്നു. ഇന്ത്യയിലെ വലിയ ബിൽഡർമാരൊക്കെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മുംബൈ, പുനെ, കൊൽക്കത്ത, ഗുരുഗ്രാം, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ നടക്കുന്നത്. കഴിഞ്ഞ 8 മാസം വലിയ വികസനമാണ് ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഉണ്ടായിരിക്കുന്നത്. 2024 നവംബർ 5-ാം തീയതി പ്രസിഡന്റ് ആയ ശേഷം വലിയ ഉണർവ് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായിട്ടുണ്ട് ഈ ട്രംപിൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന്. ട്രംപിൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ ഇന്ത്യൻ പങ്കാളി ട്രിബേക്ക ഡെവലപ്പേഴ്സ് ആണ്. ട്രിബേക്ക ഡെവലപ്പേഴ്സിൻ്റെ ഈ സാരഥിയായിട്ടുള്ള ആള് അന്ന് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അംബാനി ഒക്കെ പങ്കെടുത്തു എന്നൊക്കെ കണ്ടിരുന്നില്ലേ? ഈ ട്രിബേക്ക ഡെവലപ്പേഴ്സിൻ്റെ ഉടമയും അന്ന് പങ്കെടുത്തിരുന്നതായിട്ട് ചിത്രങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ട്രിബേക്ക ഡെവലപ്പേഴ്സ് 6 പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗുരുഗ്രാം, പുനെ, ഹൈദരാബാദ്, മുംബൈ, നോയിഡ, ബംഗളൂരു എന്നിവിടങ്ങളിൽ 80 ലക്ഷം ചതുരശ്ര അടി ഇപ്പോൾ കൂടുതലായിട്ട് അതിൽ ചേർന്നിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള വരുമാനമൊക്കെ എത്രയാണെന്നുള്ളത് പരസ്യമാക്കിയിട്ടില്ല. അപ്പോൾ വലിയ ബിൽഡർമാരുമായിട്ടുള്ള സഖ്യം ഏറ്റവും നല്ല വിപണി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. റിസ്ക് ഇല്ല. വലിയ ബിൽഡർമാർക്ക് ഈ ട്രംപ് ഓർഗനൈസേഷൻ, ട്രംപിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ, ട്രംപ് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ പ്രസിഡന്റ് ഇതുമായിട്ട് പങ്കാളിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വിശ്വാസ്യത വരുമല്ലോ. ഇത് പൊളിയില്ല, ഈ പദ്ധതി പൊളിയില്ല. അങ്ങനെ ആ ബ്രാൻഡ് വാല്യൂവിലാണ് ഇത് നടന്നുകൊണ്ട് പോകുന്നത്. ആ ബ്രാൻഡ് വാല്യൂവിലാണ് പേര്. 3 പദ്ധതികൾ 43 ലക്ഷം ചതുരശ്ര അടി. അത് ടാർഗറ്റിൻ്റെ പകുതി ആണ് വരിക. 43 ലക്ഷം ചതുരശ്ര അടി 3 പദ്ധതികൾ. അത് പുനെ, ഗുരുഗ്രാം, ഹൈദരാബാദ്. അത് ഈ വർഷമാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 2012-ലാണ് ഇത് ആദ്യം തുടങ്ങുന്നത്. 2024 വരെ 30 ലക്ഷം ചതുരശ്ര അടിയായിരുന്നു. അതിപ്പോൾ 11 മില്യൺ ചതുരശ്ര അടി, 1 കോടി 10 ലക്ഷം ചതുരശ്ര അടിയായി വർദ്ധിച്ചിട്ടുണ്ട്.
പുതിയ പദ്ധതികൾ 15,000 കോടി രൂപയുടേതാണ്. മാർച്ചിൽ പൂനെയിൽ ട്രബേക്ക ഈ പദ്ധതി ലോഞ്ച് ചെയ്തപ്പോൾ വെളിപ്പെടുത്തിയ കാര്യമാണത്, 15,000 കോടി എന്നുള്ളത്. നിർമ്മാണത്തിൽ നേരിട്ട് നിക്ഷേപിക്കുന്നില്ല ട്രംപ്. ബ്രാൻഡ് പേര് അത് കൊടുക്കും, ലൈസൻസ് ഫീസ്, ഡെവലപ്മെൻറ്റ് ഫീസ് അതിലൊക്കെ അത് വകയിരുത്തും. 3 മുതൽ 5% വരെ വിൽപ്പനയിലെ ഷെയർ കിട്ടും. മറ്റേ ബിൽഡേഴ്സ് വിൽക്കുമ്പോൾ അതിൻ്റെ ഒരു 3-4% ഈ ട്രംപിന് കിട്ടും. ലക്ഷറി ഫ്ലാറ്റുകളാണ് കൂടുതലും. റിലയൻസ്, ലോധ ഗ്രൂപ്പ്, M3M, പഞ്ച്ഷീൽ, IRA ഇൻഫ്ര, യൂണിമാർക്ക്, ഇങ്ങനെ വൻ ബിൽഡേഴ്സാണ് ട്രംപിൻ്റെ കൂടെ ഇന്ത്യയിലുള്ളത്. ഈ ട്രബേക്കയുടെ ഉടമ കൽപേഷ് മേത്ത ആണ്. ഈ കൽപേഷ് മേത്തയാണ് മറ്റേ സത്യപ്രതിജ്ഞയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ട്രംപ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി, ഹോട്ടലുകളൊക്കെ ഇല്ലേ, ആ കച്ചവടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രംപിൻ്റെ മക്കൾ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ, പിന്നെ എറിക്, ഇവർ രണ്ടുപേരും എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമാരാണ് ഇതിൻ്റെ. ഈ ദ ട്രംപ് ഓർഗനൈസേഷൻ, ട്രംപ് ടവർ എന്നൊക്കെ പണിയുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ 2007 വരെ ട്രംപ് തന്നെയായിരുന്നു CEO. പ്രസിഡന്റ് ആയപ്പോൾ അത് ചെയ്യാൻ പറ്റില്ലല്ലോ. രണ്ടാം തവണ പ്രസിഡന്റ് ആയപ്പോൾ ഇന്ത്യയിൽ 4 കമ്പനികൾ ഈ ദ ട്രംപ് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്ത്യൻ കമ്പനികൾ. DT മാർസ് നോയിഡ, DT മാർസ് ഗുർഗാവ്, പിന്നെ DT മാർസ് പുനെ, DT മാർസ് ഹൈദരാബാദ്. ഇങ്ങനെ 4 കമ്പനികൾ സ്വന്തമായിട്ട് തുടങ്ങിയിട്ടുമുണ്ട്. പുനെയിൽ മാർച്ചിൽ തുടങ്ങിയത് ഈ വാണിജ്യ സ്ഥാപനങ്ങളുടെ പദ്ധതിയാണ്, കൊമേഴ്ഷ്യൽ പ്രോജക്റ്റാണ്. അതിന് ഈ എറിക് എന്ന് പറഞ്ഞ മകൻ വന്നിരുന്നു. ഇന്ത്യക്ക് ഞങ്ങളുടെ കൂടെ ചേരാൻ വലിയ ഉത്സാഹമാണ് എന്നന്ന് ലോഞ്ചിൻ്റെ സമയത്ത് പറയുകയും ചെയ്തു. 2024 ഉണ്ടായ 12 മില്യൺ സ്ക്വയർ ഫീറ്റിൽ 10 റിലയൻസ് ഡെവലപ്മെൻറ്റ് കമ്പനി, റിലയൻസ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ട്രംപ് അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ വികസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പം പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പിന്നിലും ഇത്തരത്തിലുള്ള ചില ബിസിനസ് ഓരോ ക്രിപ്റ്റോ കറൻസി. ഇപ്പം അസർബൈജാന് അർമേനിയയിലോട്ട് പോയാൽ അവിടെയും അയാൾക്ക് അതിൻ്റെതായ താല്പര്യമുണ്ടല്ലേ. അത് മറ്റേ ഗാസയുടെ കാര്യം പറഞ്ഞപ്പോൾ ഗാസയിലൊരു റിവേറ പണിയാന്നല്ലേ പറഞ്ഞു. അതെ. അപ്പം ഏതെങ്കിലും രാജ്യം അതിനെതിരെ നിന്നാൽ അതിനെ മറികടക്കാനുള്ള തന്ത്രം ശരിക്കും ട്രംപ് അയാളുടേതായ രീതിയിൽ നടപ്പാക്കുന്നു, അങ്ങനെയല്ലേ നമ്മൾ തീരുവയായിട്ടൊക്കെ വരും. പല സ്ഥലത്തും പല റിയൽ എസ്റ്റേറ്റ് താല്പര്യമായിട്ട് ഈ ചെല്ലുന്ന രാജ്യങ്ങളിലൊക്കെ റിയൽ എസ്റ്റേറ്റ് സംസാരിക്കുന്നുണ്ട്. മുനീറിനെ ഇടയ്ക്ക് വിളിക്കാറില്ലേ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു, കാരണം പട്ടാളാണ് അവിടെ ഭരിക്കുന്നത് പാകിസ്ഥാനില്. അപ്പോൾ അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. മക്കൾ വരും. പിന്നെ മറ്റേ സ്റ്റീവ് വിറ്റ്കോഫ് ഉണ്ടല്ലോ, പ്രത്യേക പ്രതിനിധി, അയാളുടെ മക്കളും ട്രംപിന്റെ മക്കളും കൂടി ഒന്നിച്ചാണ് ഈ ക്രിപ്റ്റോ കറൻസി ഇടപാടിലുള്ള കമ്പനി നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ് താല്പര്യമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം ഇനി ട്രംപിന് ഒരു ഓപ്ഷൻ കൂടി പ്രസൻറ്റ് ആകാൻ പറ്റില്ല. അപ്പോൾ ഉള്ള സമയത്ത് തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ബിസിനസ് താല്പര്യങ്ങളെ ഡെവലപ്പ് ചെയ്യുക, ഇത് അമേരിക്കൻ ജനതയ്ക്ക് മനസ്സിലാവില്ലേ? അമേരിക്കൻ ജനതയ്ക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ്റെ കേസ് വരുന്നില്ലേ, 2019 ജയിലിൽ കൊല്ലപ്പെട്ട എപ്സ്റ്റീൻ. അപ്പോൾ എപ്സ്റ്റീനാണ് ആ ന്യൂയോർക്കിലെ പ്രധാനപ്പെട്ട ഒരു ഈ കെട്ടിടം ഉണ്ടായിരുന്നത്, വലിയ ബംഗ്ലാവാണത്. ആ കൊട്ടാരത്തിലാണ് പല പരിപാടികളൊക്കെ നടന്നിരുന്നത്. അപ്പോൾ എപ്സ്റ്റീനും ഈ ബിസിനസ്സിലുണ്ടായിരുന്ന ആളാണ്. ഈ വിറ്റ്കോഫ് ഈ ബിസിനസ്സിൽ ട്രംപ് കഴിഞ്ഞാൽ അടുത്ത റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനെയാണല്ലോ ട്രംപ് കൊണ്ടു നടക്കുന്നത്, വിറ്റ്കോഫിനെ കൊണ്ടു നടക്കുന്നത്. ഇപ്പോൾ ഈ എപ്സ്റ്റീൻ്റെ കേസിൽ ഭയങ്കരമായിട്ട് നാറി നിൽക്കുകയാണ്. അവിടുത്തെ പത്രങ്ങളിൽ ട്രംപിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളും വരുന്നുണ്ട്.
അപ്പോൾ ഈ 2007 വരെ ട്രംപ് തന്നെയായിരുന്നു ഇതിൻ്റെ CEO എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതെ, മുമ്പ്, പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ്. ഇപ്പോഴും അപ്പോൾ എവിടെയൊക്കെ ചെല്ലുന്നോ അവിടെയൊക്കെ എൻ്റെ മക്കൾ വരും കേട്ടോ, ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്തു കൊടുക്കണം എന്ന് പറയുന്ന പോലെയാണ്. ഈ അർമീനിയ അസർബൈജാൻ കരാറിൻ്റെ അകത്തും ഒരു ട്രാൻസ്പോർട്ട് കോറിഡോർ കയറ്റി വെച്ചിരിക്കുന്നത് വ്യവസ്ഥയിൽ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ, അത് അമേരിക്ക പണിയും എന്ന് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ട്രംപിന് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരന് ഒരു കച്ചവടം ആ സമാധാന കരാറിൻ്റെ ഭാഗമായിട്ടുണ്ടായി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ഇറാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇയാൾക്ക് എവിടെ പോയാലും ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം കൂടി ആ കരാറിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.